കുവൈറ്റിൽ മരിച്ച 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മൃതദേഹവുമായി വ്യോമസേനാ വിമാനം പുറപ്പെട്ടു. 23 മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തിക്കും. മുഖ്യമന്ത്രി മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും. കുവൈറ്റിൽ ഫ്ളാറ്റിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് സ്ഥിരീകരണം. തീ പടർന്നത് താഴത്തെ നിലയിലെ ഗാർഡ് റൂമിൽ നിന്ന്. കണ്ടെത്തൽ ഫയർഫോഴ്സിന്റെ പരിശോധനയിൽ. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനം നടക്കുന്നത് ആഘോഷ പരിപാടികൾ ഒഴിവാക്കി. ഇടുക്കിയിൽ കാരവാൻ പാർക്കിന്റെ സ്ഥലമുടമ വിപിൻ വിജയകുമാറിന്റെ പട്ടയത്തിലും അവ്യക്തത. ആധാരത്തിലും രേഖകളിലും സർവേ നമ്പറുകളിലും വ്യത്യാസം. വ്യാജ പട്ടയം നിർമ്മിച്ചിട്ടുണ്ടോ എന്നതിൽ റവന്യൂ വകുപ്പ് പരിശോധന. കെ മുരളീധരന് വേണ്ടി കോഴിക്കോട് വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ. പുലി ഒതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് പരാമർശം. ബോർഡുകൾ സ്ഥാപിച്ചത് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ. T20 ലോകകപ്പിൽ ഇന്ന് അമേരിക്ക അയർലൻഡ് പോരാട്ടം. സൂപ്പർ 8 സാധ്യതകൾ സജീവമാക്കാൻ അമേരിക്കയ്ക്ക് ജയം അനിവാര്യം. മത്സരം രാത്രി 8 മണിക്ക് ഫ്ലോറിഡയിൽ.